ഹലോ ഗൈസ്, ഞാൻ ഈ പട്ടാപ്പകൽ 5 മണിക്ക് എണ്ണിറ്റത് എന്തിനാണെന്നറിയോ? നമ്മുടെ ബോസിന്റെ സ്കൂട്ടർ എറണാകുളം പറവൂരിൽ നിന്നും നമ്മുടെ അടൂർ വർക്ക്ഷോപ്പിലോട്ട് എത്തിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ മാപ്പ് പറയുന്നത് 155 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മുടെ സ്ഥലത്തോട്ട് എത്തുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന എറണാകുളം പറവൂരായ ബോസിന്റെ വീട്ടിലാണ്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടവർക്കറിയാം ഞാൻ എങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ 3 ജില്ലകളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചാർജറും ഫോണും മാത്രം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പല്ല് വെക്കുന്ന ബ്രഷും പേസ്റ്റും എടുത്തില്ല. ശേഷം ബോസിന്റെ വീട്ടിൽ ഇരിക്കുന്ന പേസ്റ്റ് വെച്ച് വിരൽ വെച്ച് പല്ല് തേച്ചു. കഴിഞ്ഞ ദിവസം ലക്കിയെ പേടിയായിരുന്നു, ഈ ദിവസം നല്ല ഫ്രണ്ട്ലി ആയി. ഞാൻ എണ്ണിറ്റപ്പോൾ തന്നെ തലയുടെ സൈഡിലൊക്കെ വന്നു. ശേഷം ഞാൻ 2 ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ പോവാന്ന് പറഞ്ഞു. ശേഷം കലാപരിപാടി എല്ലാം കഴിഞ്ഞ് 5:30 ആക്റ്റീവ 5Gയിലാണ് നമ്മൾ ലോങ് യാത്രയിൽ പോകുന്നത്. പറവൂർ ജംഗ്ഷൻ വരെ ബോസ് കൊണ്ടുവിട്ടു. പറവൂരിനെ വെച്ച് പിടിച്ച് നേരെ എറണാകുളത്തോട്ടാണ്. സമയം ഇപ്പൊ 6 മണിയായി. എറണാകുളത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അടുക്കിന് വീടും വെച്ച് അതിന്റെ മുന്നിൽ മാവും കാണാം. അതിന്റെ തൊട്ടടുത്തുള്ള ചെറിയ തോടുകൾ കാണാൻ എന്ത് നല്ല രസമാണെന്നറിയോ? അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. എറണാകുളം അടുക്കാറായപ്പോഴാണ് ഇങ്ങനെ ഒരു 4 ജംഗ്ഷൻ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എങ്ങോട്ടാന്ന് ഒരു പിടി കിട്ടുന്നില്ല. ശേഷം നേരെ വെച്ച് പിടിച്ചപ്പോൾ തന്നെ ലുലുമാളിന്റെ ഒരു ഫ്ലാറ്റ് കണ്ടു. അതിനുശേഷം മുന്നോട്ട് പോയപ്പോൾ തന്നെ ലുലുമാൾ കണ്ടു. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒരുമിച്ചുള്ള സിനിമ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ജോലി, വീട്, EMI എന്നൊരു ലക്ഷ്യം മാത്രമേ നമുക്ക്. എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ രാത്രി 2 മണിക്കാണ്. നാളെ രാവിലെ ജോലിക്ക് പോവുകയും ചെയ്യണം. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ശേഷം നല്ലൊരു ബ്രിഡ്ജിന്റെ സ്ഥലത്തായിട്ട് എത്തി. സൂര്യൻ ഉദിക്കാൻ പോകുന്നേ ഉള്ളൂ. സ്ഥലപ്പേര് എന്തുവാന്ന് അറിയില്ല, നല്ല രസമുണ്ട് കാണാൻ. ശേഷം ബ്രിഡ്ജ് എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടെത്തണം. എന്റെ ഒരു ലക്ഷ്യം ചെറിയൊരു മാടക്കടയാണ്. അങ്ങനെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ എത്തിയപ്പോൾ കുറച്ച് അവശനായി. ഇതാണ് നമ്മുടെ പടക്കുതിര. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചായക്കട കിട്ടി. ചായക്കടയുടെ പേര് ചായ വണ്ടി എന്നാണ് പേര്. നല്ല ചൂട് ചായ കുടിച്ചപ്പോൾ പഴയ എനർജി എല്ലാം തിരിച്ചു വന്നു. ചെറുകടകളെല്ലാം ഫുഡും ചായ എല്ലാം അടിപൊളിയായിരിക്കും. ശേഷം കുറെ നേരം സ്കൂട്ടർ ഇരുന്നുകൊണ്ട് കുറച്ച് നേരം നടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു സ്കൂൾ കണ്ടു. ആ സ്കൂളിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കിണ്ണം കാച്ചൊരു സംഭവം ഉണ്ട് അവിടെ. ഞാൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഒരു ആന അവിടെ നിപ്പുണ്ട്. ആലപ്പുഴയുള്ള ഒരു സ്കൂളാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആനയുടെ ബാക്കിൽ കൂടെ കയറിയിട്ട് വായിക്കൂടെ തിരിച്ചിറങ്ങി വരിക. ഗേറ്റ് വല്ലതും തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ കയറിയാൽ. അതിനുശേഷം നമ്മുടെ പടക്കത്തിലേക്ക് കൊണ്ട് വീണ്ടും യാത്ര പുറപ്പെടുന്നു. മെട്രോയുടെ പാലം പണിയും റോഡ് പണിയും കൂടെ വരുമ്പോൾ നല്ല ട്രാഫിക് ആണ്. അതുപോലെ തന്നെ കാറ്റടിച്ചാൽ ഫുള്ള് പൊടിയായിരിക്കും. ശേഷം നമ്മൾ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയിലെത്തി. നല്ല തണുപ്പായതുകൊണ്ട് കുളിക്കാത്തതുകൊണ്ട് നല്ലപോലെ അവശനായതുകൊണ്ട് ഞാൻ കയറുന്നില്ല. ഞായറാഴ്ചയൊക്കെ വലിയ തോതിൽ തിരക്കാണ് ഇവിടെ. ശേഷം അവിടുന്ന് നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ 8:30 അങ്ങനെ എറണാകുളം കഴിഞ്ഞു, ആലപ്പുഴയായി. അങ്ങനെ 2 ജില്ല കവർ ചെയ്തു. ഇനി ഒരു 70 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയായി. അതിനുശേഷം ഹരിപ്പാട് എത്തിയപ്പോൾ ഒരു ചേട്ടൻ ലിഫ്റ്റ് ചോദിച്ചായിരുന്നു. ആ ചേട്ടന് പണിസ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയായിരുന്നു. വെറും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു. ശേഷം ആ ചേട്ടനെ സ്ഥലത്ത് വിട്ടിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചേട്ടൻ എന്റെ കാര്യങ്ങളും ആ പുള്ളിയുടെ കാര്യങ്ങളും കൊണ്ട് 2 കിലോമീറ്ററും കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തീർത്തു. പരിചയപ്പെട്ടെന്ന് വളരെ സന്തോഷം. ശേഷം നമ്മൾ 9 മണി ആയപ്പോൾ മാവലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് ഒരു 15 കിലോമീറ്ററും കഴിഞ്ഞാണ് നമ്മുടെ സ്ഥലമായി. അങ്ങനെ മാങ്കാങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞാനും വണ്ടി ഓടിച്ചോടിച്ച് പരിവായി. അമ്മ വിളിച്ചായിരുന്നു കുറച്ച് കപ്പ മേടിക്കണേ. അങ്ങനെ 2 കിലോ കപ്പയും മേടിച്ച് നല്ല ഉഗ്രം വിശപ്പായി എനിക്ക്. നേരെ എടപ്പോണുള്ള ഒരു ഹോട്ടലിലോട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ദോശ ഗർഫയും ചമ്മന്തി ഗർഫയും എല്ലാം കഴിച്ചു. പക്ഷെ ഇവയൊക്കെ കഴിച്ചിട്ട് എനിക്ക് വയറ് നിറഞ്ഞില്ല. ഒരു 3 പൊറോട്ടയും 2 മുട്ടക്കറി ഞാൻ കഴിച്ചു. ഒരു ചായയും കൂടെ കുടിച്ചപ്പോൾ തൃപ്തനായി. ശേഷം അവിടുന്ന് പാർസലും മേടിച്ച് നേരെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ 155 കിലോമീറ്റർ താണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.